അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടലമിഠായി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ നിലക്കടല ഇവിടെ എടുത്തിട്ടുണ്ട്. പച്ചയാണ് കേട്ടോ. അത് നമുക്ക് വറുത്തെടുക്കണം. അത് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത് വറുത്തെടുക്കണം. ചട്ടി നല്ലോണം ചൂടാവണം കേട്ടോ. നല്ല ചൂടായതിന് ശേഷം നമ്മുടെ കടല അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഒന്നങ്ങോട്ട് വറുത്തെടുക്കണേ. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. മറ്റേത് അടിക്ക് പിടിക്കും. അതിനാണ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്ന് പറയണത്. പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. നമുക്കിത് മണലൊക്കെ ഇട്ട് വറുക്കണ് സാധാരണ ചെയ്യണത്. ഇപ്പം ഞാൻ മൺചട്ടിയിലാണ് വറുക്കണത്. അഴിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല ഉഷാറായിട്ട് തന്നെ വറുത്ത് കിട്ടും. ഇത് നമ്മുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ തോലൊക്കെ വിട്ട് പോരുന്നുണ്ട്, കണ്ടില്ല? തൊലിയൊക്കെ പോരുന്നുണ്ട്. അപ്പോൾ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരൻ്റെ പാനിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 2 പീസ് ശർക്കര എടുത്തിട്ടുണ്ട്. അച്ചുവെല്ലാണ്. ലേശം വെള്ളത്തിൽ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിത് 2 ഏലക്ക പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല വറ്റി വരണം കേട്ടോ. ഇനി നമുക്ക് ഈ ശർക്കരൻ്റെ പാനി എങ്ങനെ റെഡി ആയിക്കണമെന്ന് അറിയാൻ ലേശം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒറ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഒന്നങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ശർക്കര. എന്നിട്ട് ശർക്കര ഇതാ ഉരുണ്ട് പോരുന്ന കണ്ടില്ല? അങ്ങനെ കട്ടിയാകുമ്പോഴാണ് നമ്മുടെ ശർക്കരൻ്റെ റെഡി ആയിക്കൊണ്ട് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു അരിപ്പയിലേക്ക് അരിച്ചിട്ട് മാറ്റി കൊടുക്കാം. ഞാനിതാ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടല തോലൊക്കെ പൊളിച്ചിട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കട്ട പിടിക്കുന്നത് മുന്നേ തന്നെ നമുക്കിതൊക്കെ ചെയ്തെടുക്കണം കേട്ടോ. ചൂടോടെ തന്നെ ചെയ്യണം. മറ്റത് പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊന്നിനും പറ്റില്ല. നല്ല ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കടലമിഠായിക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൽ ലേശം എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടല അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റൗണ്ടിലോ കള്ളിയിലോ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓയിൽ തേക്കണ ഇതിന് പകരം പൊടിയാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഭയങ്കര ചൂടാണ്. ചൂടോടെ തന്നെ ചെയ്യണം കേട്ടോ. ഇനി ഇത് ഉരുളാക്കണമെന്നെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പ്ലേറ്റിൽ വരച്ചിട്ട് ഇങ്ങനെ കള്ളി പീസാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിതാ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിൽ ലേശം എണ്ണ തേച്ചിട്ട് കള്ളിയിൽ വെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ആ ചൂടോടെ തന്നെ നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇത് കള്ളിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് ഇത് പീസുകളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടലമിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.